ചെയ്ത് ആരും നമ്മളെ പേര് പറഞ്ഞ അടിയുണ്ടായി. അത് മാത്രല്ല നടന്മാരെ പേരൊന്നും കമ്പയർ ചെയ്ത് കളയില്ലേ ദയവ്. നീയൊക്കെ കമ്പയർ ചെയ്യുന്നതിന് നമ്മളെ നിക്കറാണ് കീറിയിടുന്നത്. അത് 42-52 വയസ്സുള്ള കിളവന്മാര്. നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പുള്ളടുത്തൊക്കെ പറയണം മര്യാദക്ക് ഇരിക്കണം. എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. എന്തിനാ ഇങ്ങനെ എന്നെ അഭിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. നമസ്കാരം. അങ്ങനെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് ഹാഷിറയാണ് കേട്ടോ. അതായത് ഈ ഹാഷിറ എന്ന് പറയുമ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ ആൾക്കാർക്ക് ഇത് എന്താണ് ഈ സംഭവം എന്ന് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, ആരാണ് ഹാഷിർ, എന്താണ് ഹാഷിർ? അതായത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഈ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ എൻ്റർടൈൻമെൻറ്റ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ്. അപ്പോൾ അഖിലന്നാരുടെയും ശ്രീകാന്തും വെട്ടിയാരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഭയങ്കര നാച്ചുറലാണ്. ആ ടീം മൊത്തം ഒരു നാച്ചുറലാണ്. ഒന്നാമതാണ് നല്ല രീതിയിലുള്ള ആ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നുള്ളത് തന്നെ നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുക, ഇത് അഭിനയം മാത്രമല്ലല്ലോ, നമ്മൾ ആ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അഭിനയിക്കാൻ പറ്റുക പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അല്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം, നിങ്ങൾ ഫസ്റ്റ് പിന്നെ ഒരു ക്ലിപ്പ് കണ്ടു അല്ലേ. ഫസ്റ്റ് ഹാഷിർ അറിയാത്തവരുണ്ടോ? അറിയില്ല അല്ലേ, ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഹാഷിറെ HASHIR 1 2 3 4 5 അല്ലേ ഹാഷിറ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഷിറിൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കാണാം. പക്ഷേ ഹാഷിർ ഇപ്പം നമ്മളെ വീഡിയോൻ്റെയും സംസാര വിഷയമാവാൻ കാരണം വെച്ചാൽ വാഴ മൂവി റിലേറ്റഡ് ആയിട്ടാണ്. ഞാൻ വാഴ മൂവി കണ്ടു, പക്ഷേ അതിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്ത് ഞാൻ ഈ ഒരു ചാനലിലല്ല കേട്ടോ. ഞാൻ പോസ്റ്റ് ചെയ്ത് നമ്മളെ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗ് ചാനലിലാണ് ഞാൻ അതിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മളെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നൊരു കാര്യം എല്ലാവരോടും പറയട്ടെ. നമ്മളിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7-8 ഡേയ്സിന് ശേഷമാണ് നമ്മുടെ ചാനലിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് അത്യാവശ്യം നല്ല ബ്രേക്ക് വന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഈ വീഡിയോ കാണുമെന്നുള്ള അറിയില്ല. എത്ര പേരിലേക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുന്നു, എത്ര പേർക്ക് ഫീഡിൽ ഇത് വരും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മളൊരു ബ്രേക്കിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. ഒരുപാട് തിരക്കുകളല്ല, സത്യം പറയാലോ. ഞാനൊരു വണ്ടിയൊക്കെ വാങ്ങിച്ചു, ബൈക്കൊക്കെ മാറ്റി, ഹിമാലയൻ 450 വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ പറഞ്ഞാൽ അതിങ്ങനെ എടുക്കുന്നു, അത് കാണുന്നു, ആ വണ്ടീനെ താലോലിക്കുന്നു, അതിൻ്റെ കോണ്ടൻറ്റ് നോക്കുന്നു. അങ്ങനെ നമ്മുടെ മറ്റേ ചാനലിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്യാം. അതിൽ കുറേ വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ പുറകെ ആ ഒരു മതിഭ്രമല്ല, എന്താ പറയുക, ആ ഒരു ഒഴുക്കിൽ നമ്മൾ നീങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് വീഡിയോസ് കമ്മി ചെയ്ത് ഇനി റെഗുലറായിട്ട് ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള കണ്ടീഷനിൽ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം വെച്ചാൽ 2 ദിവസം മുന്നേ മിനിയാന്ന് വാഴ റിലീസായ ദിവസം ഞാൻ വാഴ സിനിമയ്ക്ക് പോയിട്ടോ. നല്ല സിനിമ, അടിപൊളി പടമാണ്. അതായത് യൂത്തിനാണ് യൂത്തല്ല, അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇന്നത്തെ ഒരു 10-20-20കളിലൊക്കെ ഉള്ള പയ്യന്മാർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. പക്ഷെ അത് മാത്രമല്ല, ഒരു പണ്ടൊക്കെ ജനിച്ച ആൾക്കാരില്ല, അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ പഠിച്ചു വന്നിട്ടുള്ള നമ്മുടെ നോസ്റ്റാൾജിയ കാര്യങ്ങളൊക്കെ അതൊക്കെ വരാനും ഒരുപാട് ചിരിക്കാനും, പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ നല്ല രീതിയിൽ ഇമോഷണലി ടച്ച് ചെയ്യുന്ന സീൻസുള്ള അച്ഛനും മക്കളും, മക്കളുള്ള അച്ഛന്മാർ കാണണം. അതുകൊണ്ട് എനിക്കൊരു ആൺമകൻ ഉള്ളത് കൊണ്ട്, ഒരു 14 വയസ്സുള്ള ഒരു ആൺമകൻ ഉള്ളത് കൊണ്ടും, അവൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡാണല്ലോ, ഒരു ടീനേജിലേക്ക് കിടക്കുന്ന ട്രാൻസിഷൻ പീരീഡിലുള്ള സ്വഭാവ മാറ്റങ്ങളും ഇനി വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും, പിന്നെ നമ്മളിപ്പോഴും മനസ്സിൽ ഇപ്പോൾ 40സിലായെങ്കിലും മനസ്സിലിപ്പോഴും ഞാനൊരു മാനസികമായിട്ട് ഇപ്പോഴും 20സിലാണ് കിടക്കുന്നത്. അതാണ് എൻ്റെ പഴയ മറ്റേ ചാനലിലെ വീഡിയോസ് കണ്ടറിയാം. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റി, നമ്മൾ വെറുതെ കാട് കയറി പോകുന്നില്ല. ഞാൻ സംഗതി എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ കാരണം വെച്ചാൽ, ഈ മൂവി കണ്ട സമയത്ത് ഈ മൂവിയിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് ആക്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടൊരു റോളിൽ ഒരുപാട് പേരുണ്ട്, അച്ഛന്മാരുണ്ട്. പോട്ടെ, മെയിനായിട്ട് ഇപ്പോൾ ജോമോൻ, അതിൻ്റെ കൂടെ അഭിനയിച്ച രോമാഞ്ചത്തിലെ ആൾക്കാർ, ഒരുപാട് ആ ഒരു മെയിൻ പ്ലോട്ട് കൊണ്ടുപോകുന്ന കുറച്ച് ആൾക്കാർ. അല്ലാതെ അതിൽ ഒരു ഗസ്റ്റ് റോളിൽ ഒരാൾ വന്നു, ഗസ്റ്റ് റോളിൽ വന്ന ആളും അല്ലാതെ ഞാൻ പടത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല. അതിനൊക്കെ പുറമെ ആ പടത്തിൽ എനിക്ക് ഒരു 10-20 മിനിറ്റ് ചങ്ങാതി ഉള്ളൂ ഹാഷിർ കേട്ടോ. സ്വന്തം പേരിൽ സ്വന്തം മൂവി തന്നെ അഭിനയിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു ചാൻസ് ആ ചെറുപ്പക്കാരന് കിട്ടിയിരിക്കുന്നത് അത് അയാളുടെ കഴിവ് കൊണ്ടും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം കൊണ്ടും, പിന്നെ ഫോർച്യുനേറ്റുമാണ് അല്ലേ. ഈ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഫോർച്യൂണിനേക്കാളും കൂടുതൽ ഞാൻ പറയുന്നത്, ഭാഗ്യത്തിനേക്കാളും കൂടുതൽ ഞാൻ പറയാം, ഭയങ്കര ഹാർഡ് വർക്കിംഗ് കഴിവ്, ആ ഒരു കഴിവുകൊണ്ടാണ് അവിടെ എത്തിപ്പെട്ടിരുന്നത്. പ്ലസ് വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു ഇത് പോകുന്ന സമയത്ത്, ഈ വീഡിയോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഓക്കെ,
സംഭവം എന്താ വെച്ചാൽ ഈ വാഴ മൂവിയുടെ പ്രൊമോഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഹാഷിറിൻ്റെ മൂവി ആയിട്ടാണ് ഇത് പോർട്രേ ചെയ്തിരിക്കുന്നത്. ഹാഷിറിനെ അറിയുന്നവർക്കാണ് ഞാൻ രീതി പറഞ്ഞത്, അല്ലാത്തവർക്ക് ഹാഷിർ എന്ന് പറഞ്ഞ കോണ്ടന്റ് ക്രിയേറ്റർ. ഓക്കെ, ഈ ഹാഷിർ എന്തുകൊണ്ട് ഇത്രയധികം രീതിയിൽ ഹാഷിറിനെ പോർട്രേ ചെയ്യപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ആക്ച്വലി എന്താ വെച്ചാൽ ഇന്ന് ഏതൊരു മൂവിയുടെ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഭയങ്കര വലിയ പ്രസൻസ് ഉണ്ട്. കാരണം ആൾക്കാരെല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്. യുവാക്കളെ അട്രാക്ട് ചെയ്യുന്ന മൂവി എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യക്തി, ഇപ്പോൾ ഹാഷിറാണെന്നുണ്ടെങ്കിലും സാഫ് ബോയ് ആണെന്നുണ്ടെങ്കിലും ബാക്കി ആരായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലും ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ അവർ മൂവിയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു അത്രയധികം ക്രൗഡിനെ യൂത്തിനെ ഈ ഒരു സിനിമയിലേക്ക് പുള്ള് ചെയ്യാനും ആ സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു എന്താ പറയുക 100 crore ക്ലബ്ബ് നല്ല അടിപൊളി നല്ല എന്താ പറയുക അത്രയും നല്ലൊരു വിജയം കൈവരിക്കുന്ന ഒരു മൂവിയായിട്ട് മാറാനുള്ള ഒരു സംഗതിക്ക് ഒരു ഇതിൽ വരും. അതുകൊണ്ടാണ്. പക്ഷേ മാത്രമായിട്ട് കാര്യമില്ല കേട്ടോ, കഴിവും കൂടി വേണം. അല്ലാണ്ട് വെറുതെ കുറേ ഫോളോവേഴ്സുള്ള ആൾക്കാരെ പിടിച്ചിട്ട് ഇതിലാക്കിയിട്ട് കാര്യമില്ല. കുറേ വലിയ വലിയ ഫോളോവേഴ്സുള്ള ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വിലസുണ്ട്. അവന്മാരൊക്കെ ഉള്ള ചില ആൾക്കാരൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള പടം പൊട്ടുന്നതാണ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുകയെന്ന് വെച്ചാൽ അപ്പോൾ ഹാഷിറിൻ്റെ ഈ പടം കണ്ട സമയത്ത് ഇവിടെ ലാറ്റർ സിനിമാസ് എന്ന മൂവി കണ്ട സമയത്ത് എനിക്ക് ഞാൻ കണ്ടെന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ചിരിച്ച ഒരുപാട് സീൻസ് ഉള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാർ കയ്യടിയും ഒരു ആരവവും നമ്മളവിടെ കണ്ടിട്ടുള്ളത് ഹാഷിറിൻ്റെ പേര് പറയുന്ന സമയത്തും ഹാഷിറിനെ കാണിക്കുമ്പോഴാണ്. എനിക്കപ്പോൾ തന്നെ ക്ലിക്കായി. ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ഇതേപോലെ വേറൊരാൾ ഹാഷിറിനെ അറിയാത്ത ആൾക്കാർ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ എന്താണ് ആ പയ്യന് ഇത്ര പ്രത്യേകത വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്, സോഷ്യൽ മീഡിയ എന്താ യൂത്തിൻ്റെ പൾസ് എന്ന് അറിയാത്തത് കൊണ്ടാണ്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഇവർ ചെറിയൊരു മാർക്കറ്റിംഗ് കൂടി ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഈ പടം അവസാനിക്കുന്നതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾ ഏകദേശം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലൂടെ. വാഴ 2 എന്ന് എഴുതി കാണിക്കുന്ന സമയത്ത് അത് കൊണ്ടുപോകുന്നത് ഹാഷിറും ടീമുമാണ് എന്നാണ് ഡയറക്ടർ ഉദ്ദേശിക്കുന്നത്. ഇത് ഇനി സെക്കൻഡ് പാർട്ടിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണോ ഒരു ആൾക്കാരെ പിടിച്ച് വലിക്കാനുള്ളത് ഭാഗമായിട്ടാണോ അതോ ഇനി ഹാഷിറിനത് നല്ല ഹാഷിറിന് ഒരു പടം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള ഒരു പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം ഇതിൻ്റെ മൂവി പ്രൊമോഷൻ്റെ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു വിമൻസ് കോളേജിലൊക്കെ വന്നിട്ട് ഇവർ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെ കയ്യടി കിട്ടിയത് അപ്പോൾ മുൻനിര താരങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഈ ഹാഷിറിൻ്റെ പേര് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ കണ്ടതല്ല, ജസ്റ്റ് ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം. അതാണ് ചർച്ച ചെയ്തൊരു സംഭവം. വാഴ 2 എന്നുള്ള വാഴ 2 എന്ന് പറഞ്ഞ് വരാൻ പോകുന്ന മൂവിയിൽ ഹാഷിറാണോ നായകൻ എന്നുള്ളൊരു സംഭവം. ഹാഷിറാണ് ഇതിൻ്റെ മെയിൻ നടൻ നായകൻ എന്നുള്ള കണ്ടീഷനിൽ ഉള്ള റൂമർ കേട്ട് വരുന്ന സമയത്ത് ഹാഷിർ ആ വിനയം കൊണ്ട് ആ ചങ്ങാതി ബാക്കിലേക്ക് പോകുന്നു. ഇതെന്തുകൊണ്ടാണ് കാര്യം വെച്ചാൽ ഈ ഒരു രീതിയിലുള്ള ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് ഈ ഒരു പടത്തിന് ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് മറ്റുള്ളവർ മോശമെന്നല്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് കയറല്ല. ഈ സീരിയസ്ലി എനിക്ക് ജോമോൻ തന്നെ പേര് ഭവനെ മാറിപ്പോയോ ചങ്ങാതിൻ്റെ പെർഫോമൻസ് ഇക്കവനെ കണ്ടാൽ തന്നെ ചിരി വരും. ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ടോ. പിന്നെന്താ വെച്ചാൽ എനിക്ക് ഈ പടത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പടത്തിലെ ഡയലോഗ്സൊക്കെ അത്രയും പെർഫെക്റ്റാണ്. ആ ഒരു ഏജ് ഗ്രൂപ്പിന് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവരടിക്കുന്ന കൗണ്ടറും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇനി ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം വെച്ചാൽ ഹാഷിറിൻ്റെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ അവർ ഇന്നലെ ഒരു ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ ഹാഷിർ അതിൻ്റെ പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോ അവിടെ പോയി കാണാം. നമ്മൾ ചെറിയ പോർഷൻ കൂടെ പ്ലേ ചെയ്യാം. ഹാഷിർ അതിൽ പറയുന്നത് ഈ ഫൈറ്റുകൾ ഒഴിവാക്കണം, ദയവ് ചെയ്ത് കമ്പാരിസൺസ് ഒഴിവാക്കണം എന്നുള്ളത്. കാരണം വെച്ചാൽ ഹാഷിറിനെ പല പേജസും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും പല സിറ്റുവേഷനിലാണെങ്കിലും പേജസ് പലരും കമ്പയർ ചെയ്യുന്നത് വിജയിനൊക്കെ ആയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പയ്യൻ്റെ മലയാളികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. സീരിയസ് ആയിട്ടൊരു മനുഷ്യനെ അടിച്ച് താഴ്ത്തിക്കിടാൻ ഏതൊക്കെ വഴികൾ എവിടുന്നൊക്കെ അവർ ഇൻവെൻറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. കാരണം ചിലപ്പോൾ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ ഈ ഇൻഡസ്ട്രിയിൽ എല്ലാവരും കൂടി ഇങ്ങനെ ആക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ കോ ആക്ടേഴ്സിൻ്റെ കൂടെയും ഓൾറെഡി ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആൾക്കാരുടെ ഇടയിലും ഈ ചങ്ങാതിനോട് ഒരുപാട് വെറുപ്പും കാര്യങ്ങളും ഒരു ഈഗോ ഹേർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ അവിടെ വരുത്തും. അത് ദയവ് ചെയ്താൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ഹാഷിർ ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ വീഡിയോയിൽ ചെറിയൊരു പോർഷൻ മാത്രം പ്ലേ ചെയ്യുക, ബാക്കി നിങ്ങൾ അതിൽ കാണണം കേട്ടോ. പിന്നെ പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഫൈറ്റും അങ്ങനെ ഇതൊന്നും വെക്കരുത് ഓൺലൈനിലൂടെ. മനസ്സിലായില്ലേ? സ്വന്തം കാര്യം നോക്കുക. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാക്കി എടുക്കുക. ബാക്കി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കുക. വേറെ ഒന്നും എടുക്കരുത്. നമ്മുടെ ബാക്കി അനൗൺസ്മെൻ്റൊക്കെ പിന്നെ പറയുന്നതാണ്. താങ്ക് യു. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ?
എന്തോ മനസ്സിൽ. യെസ്, ഈ വീഡിയോ ഹാഷിറിൻ്റെ ചാനലിൽ നോക്കിയത് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയട്ടെ. പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ മെയിൻ സംഗതി ഇതാണ്. അയാളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നല്ല രീതിയിൽ വന്നിട്ട് ഇനി എന്ത് സംഭവിക്കണോ, അതായത് ഓവറായിട്ട് ഹാഷിറാണ് അതാണ് ഇതാണ് സംഭവം പറയുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ഈഗോ സംഗതി ഫീൽ ചെയ്യും. മലയാളം അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയാണ്, ഒരാളെ ചവിട്ടി താത്താൻ അധികം പണിയൊന്നും വേണ്ട. അതുകൊണ്ട് ദയവ് ചെയ്ത് അയാളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതാണ് അയാളും അയാളുടെ വീഡിയോയിൽ പറയുന്നത്, സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലുള്ള കമൻസും കാര്യങ്ങളും വെച്ചിട്ട് ചെയ്യാതിരിക്കുക. പിന്നെ മൂവി ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, അയാൾ സോഷ്യൽ മീഡിയയുടെ ബാക്കപ്പ് കൊണ്ട് സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് വഴിവെട്ടി വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അതൊന്നും പറയുന്നതനുസരിച്ച് ഈ വ്യക്തിയുടെ ചാൻസും കാര്യങ്ങളും കൂടി കളയാതിരിക്കുക. കാരണം വെച്ചാൽ അത്രയും കഴിവുള്ളൊരു പയ്യനാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനാണ് അയാൾ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. നോബിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. നോബിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോബി അടിപൊളിയിട്ടുണ്ട് കേട്ടോ. ആ മൂവിയിൽ ഞാൻ അതിൽ തന്നെ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മറ്റേ പ്രേമം മൂവിയിൽ പ്രിൻസിപ്പൾ റൂമിലേക്ക് കയറി ചെല്ലുമല്ലോ രഞ്ജി പണിക്കർ, അതുപോലെ അതൊരു മാസ അച്ഛനാണ്. പ്രിൻസിപ്പൽ റൂമിൽ കയറി ചെന്നാൽ മാസ അച്ഛനാണെങ്കിൽ ഇതിന് നോബി വേറൊരു ഒരു മാസ അച്ഛൻ തന്നെ, വേറൊരു ടൈപ്പിലൊരു മാസ അച്ഛൻ. ഞാൻ അതിന് ശേഷം കമ്പയർ ചെയ്യല്ല, പക്ഷെ എന്നാലും പറയാം, രഞ്ജി പണിക്കർ ആ ഒരു മാസം ഇപ്പോഴും വിട്ടിട്ടില്ല. അതേപോലെ എനിക്ക് തോന്നുന്നു OTT-യിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആവാൻ പോകുന്ന ക്ലിപ്പുകളുള്ള ഒരു സംഭവമാണ് നോബി പ്രിൻസിപ്പൽ റൂമെന്ന് കാണിക്കുന്ന ഒരു സംഗതി. അത് സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ നോബിയുടെ ചെറിയൊരു ഇൻ്റർവ്യൂ കൂടി പ്ലേ ചെയ്തിട്ട് നമുക്ക് 1-2 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അവരെല്ലാം ഭയങ്കര ഫാൻസ് ഉള്ള പിള്ളേരാണ്. എല്ലാവരും അവരെ കണ്ടെല്ലാം ഗംഭീര കണ്ണന്റാണ്. എല്ലാവരും മൊത്തത്തിലെല്ലാവരും ജോമനായ പോലും എല്ലാവരും ഗംഭീര അല്ല. നമ്മളെ ഈ പുതിയ തലമുറയുടെ കൂടെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന വലിയ സന്തോഷം. അങ്ങനെ ഒരു അവസരം നിന്ന് ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും ഏറ്റവും എല്ലാവർക്കും നന്ദി. താങ്ക് യു. അല്ല അങ്ങനെയല്ല, ആക്ഷൻ ഭയങ്കര ഫാൻസ് അല്ലേ. അപ്പൊ അത് ഒരു സെക്കൻഡ് പാർട്ടിന്റെ ഇത് കണ്ടിട്ടില്ലേ, അതൊക്കെ ഭയങ്കര ഇതല്ല ആൾക്കാർക്ക്. അയ്യോ യെസ്, അതാണ് ചോദിക്കുന്നത്. കാരണം വെച്ചാൽ സെക്കൻഡ് പാർട്ടിൻ്റെ ഇത് കണ്ടിട്ടില്ല. കാരണം പടം അവസാനിക്കുന്ന സമയത്ത് അവിടെ സെക്കൻഡ് പാർട്ട് ഹാഷിറും ടീമും കൊണ്ടുപോകുന്നു എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അത് ഫാൻസ് പവർ കണക്കാക്കിയിട്ട് തന്നെ ആണോ എന്നാണ് പറയണമെന്ന് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഒരു മനുഷ്യൻ അയാളുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഒരു പയ്യൻ ആ ഒരു പ്രായത്തിൽ ഈ രീതിയിൽ ഒരു സ്വന്തം വഴി വെട്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ അത്രയും വലിയ എഫേർട്ട് തന്നെയാണ്. ആ എഫേർട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യണതിൻ്റെ കൂടെ ദയവ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഭാവി നശിപ്പിക്കരുത്. ഓൺ ദ സെയിം ടൈം അയാളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ അയാൾക്ക് എന്താ പറയുക, അയാൾക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ നല്ലൊരു ഭാവി അയാൾക്ക് കിട്ടുന്നതിൽ അസൂയുള്ള ആൾക്കാർ എന്തെങ്കിലും കാര്യങ്ങളും പറഞ്ഞിട്ട് അയാളുടെ കാര്യങ്ങൾ മുടക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആക്ടേഴ്സ് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസ് ഉണ്ട്. ദയവ് ചെയ്ത് അതിൻ്റെ പേരിൽ ആ ഒരു ചെറുപ്പക്കാരനോട് ഈഗോ തോന്നിയിട്ട് അയാളുടെ ഫ്യൂച്ചറും നശിപ്പിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളും കാണിക്കരുത്. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കിയുള്ള സ്ഥിരം വീഡിയോസും റെഗുലറായിട്ട് ചെയ്യണം എന്നുള്ള കണ്ടീഷനിലാണ്. മറ്റേ ചാനലിൽ ലിങ്ക് അതിൽ കൊടുക്കാം കേട്ടോ. വ്ളോഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് വണ്ടിയാണ് മെയിൻ നമ്മളെ ഫോക്കസ്. കാരണം ഇപ്പോഴാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത്. മറ്റേ ചാനൽ നോക്കി അറിയാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഇതിൽ യൂത്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രായതൊക്കെ ആണെങ്കിലും നമ്മളെ മനസ്സിപ്പോഴും യൂത്താണ്. ആ ഒരു യൂത്തിൻ്റെ കണ്ടീഷനിലാണ് മറ്റേ ചാനലും ഞാൻ കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് ബൈക്കിൻ്റെ റിലേറ്റഡ് ആയിട്ട് കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും കേട്ടോ. ബൈ.